Good afternoon, sir. Yes, thanks here. Good afternoon. Good afternoon, sir. Good afternoon, sir. Anisha, Safira, Anjali, Merlin, Shilu, good afternoon. Good afternoon, sir. Yes, good afternoon. Yes, good afternoon. Merlin. Good afternoon, sir. Yes, good afternoon, Ninu. Yes. Everybody happy? സുഖമായിട്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊക്കെ നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അറിയാം എല്ലാവരും സന്തോഷവതിയാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഹിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവർക്കിലും ബാലൻസ് ഉള്ളവർക്ക് അവസരം തരുന്നതാണ്, പേടിക്കേണ്ടത്. ഓക്കെ, ആരൊക്കെ നിമിഷം പറഞ്ഞാൽ മതി. നമുക്ക് അതിൻ്റെ അകത്ത് ബാലൻസ് ഉള്ളവരെ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇന്ന് നമുക്ക് വേറൊരു ഓക്കെ, ഹു ഈസ് ഡൂയിങ് പ്രയർ? പ്രാർത്ഥന. Hi, sir. Good afternoon. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ തന്നെയാ. ഞാനാണ് ഇന്ന് പ്രയർ ചൊല്ലണേ. യെസ്, ഞാനാണ്. വെരി ഗുഡ്. ഓക്കെ. ഹൃദയരാഗതന്ത്രിമീ സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾത്തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവർണ്ണങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീ. താങ്ക് യു, സർ. ഓക്കെ, ഓക്കെ. ഇത് സിനിമാ പാട്ടല്ലേ തന്നെയാ? അല്ലല്ല, പ്രയർ പാടുന്നതാണ്. ഞങ്ങള് സ്കൂളിലൊക്കെ പാടുണ്ടായിരുന്ന പ്രയറാണ്. അല്ല, ഇതുപോലത്തെ ഒരു സിനിമാ പാട്ടിന്റെ ഒരു സംഭവം പോലെ തോന്നി എനിക്ക്. യെസ്, പാടിന്ന് വെച്ച് കുഴപ്പമില്ലാട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സന്ദേഹം തോന്നിയതാണ്. യെസ്, വെരി ഗുഡ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതേപോലെയുള്ള ഒരു സിനിമാ പാട്ട് സിനിമയിലുണ്ട് ഈ പാട്ട്. യെസ്, ശ്യാമളയിലെങ്ങാണ്ടാൻ തോന്നുന്നു. യെസ്, ഓക്കെ, 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 ഓക്കെ. ആ കുട്ടികൾ പാടുന്നത് അല്ലേ സ്കൂളില്? അത് തന്നെ. അതും പ്രയർ തന്നെയാണ്. യെസ്, ഓക്കെ, ഓക്കെ. ധന്യ, ആ സിനിമയിൽ ഈ പാട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ പാടിയത് പാട്ടായിരിക്കും, സമ്മതിച്ചു. പക്ഷെ സിനിമയിൽ അത് കിട്ടുന്നുണ്ട്. ഞാനേ തൃശ്ശൂർ ഒരു സ്കൂളിലെ 100ാമത് വാർഷികം, തൃശ്ശൂർ ജില്ലയിൽ. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വന്നിരിക്കുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ഞാനുണ്ട്. അപ്പോഴല്ല, അപ്പൊ ഒരു കുട്ടി പ്രയർ സോങ് പാടി. കുട്ടി അപ്പൊ അതിന്റെ ഫസ്റ്റ് വരി ഇങ്ങനെ, ഇപ്രപഞ്ചത്തിൻ അങ്ങനെ ഒരു സംഭവം തുറന്നതല്ല. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന് പറയുന്നൊരു പാട്ടില്ലേ, അതേ ട്യൂൺ തന്നെ. അതേ ട്യൂണിൽ വേറൊരു പാട്ടാണ് പാടി, ഇപ്രപഞ്ചത്തിന്റെ വിശ്വനായക എന്നൊക്കെ പറയുന്നത്. രസമായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനോട് ചെന്ന് ചോദിച്ചു, ഇത് ആരെഴുതിയ പാട്ടാണ് എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്റെ അച്ഛൻ എഴുതിയ പാട്ടാണ്. യെസ്, നമ്മുടെ MT14 ഒരു കുട്ടി ഒരു ദിവസം ഒരു പ്രയർ സോങ് പാടി. സൂപ്പർ
പ്രയർ സോങ് സൂപ്പർ. എല്ലാ സംഗതികളെ ടച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. യെസ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി ഈ പാട്ട്? ഇത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസകരമായിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോ ഒരു കാര്യം എന്ന് പറഞ്ഞു, ഞാനിത് ഇതിനു മുമ്പ് ക്ലാസ്സിൽ പാടി, പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പാട്ടെടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിന്റെ പാടിയത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ അതൊക്കെ സംബന്ധിച്ചു, ഈ പാട്ടിന്റെ വരി ആരാണ് എഴുതിയത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഇത് എന്റെ ഭർത്താവ് എഴുതിയ വരികളാണ്. യെസ്. അപ്പോ ഭർത്താവ് ഇത്തിരി കലാകൃതിയുടെ കൂടെ കൊടുക്കപ്പെട്ടതാണ്. പുള്ളി എല്ലാ സംഗതിയിലും ടച്ച് ചെയ്തിരുന്നു, രസകരമായിട്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 14 ആ കോൺവെക്കേഷൻ സെറമണിക്ക് വരുമ്പോ പാട്ട് ഒന്നും കൂടി ആ സ്റ്റേജിൽ പറഞ്ഞോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. നിങ്ങൾ തന്നെ എഴുത് പാട്ട്, എന്തിനാ വേറെ എടുക്കണേ? സ്വസ്ഥമായിട്ടൊരു ഏകാഗ്രതയോടുകൂടി കുളി ജപമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക, ഇരുന്നിട്ടൊരു പേനെടുത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതുന്നു. അപ്പൊ അത് എഴുതുമ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിന്റെ ട്യൂണൊക്കെ വരും, ആയിക്കോട്ടെ. യെസ്. അങ്ങനെ എഴുതുക. പിന്നെ ഭാവിയിൽ ചിലപ്പോ ഒരു ഗിരീഷ് പുത്തഞ്ചേരിയോ ഒരു എന്താണ് ലോഹിതദാസോ അല്ലെങ്കിൽ ഒരു വയലാർ ശരത്ചന്ദ്ര വർമ്മയോ നിങ്ങളിൽ ഒടിഞ്ഞു കിടക്കുന്നില്ല എന്ന് ആര് കണ്ടു? യെസ്. നമ്മൾ ഒരു ഇൻസിഡന്റ് കിട്ടിയാലുണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതാണ് ടീച്ചർമാരുടെ എല്ലാവരുടെയും കഴിവ്. ഞാൻ എക്സാമ്പിൾ പറയാം. പണ്ട് IV ശശി ഒരു ശബരിമലക്ക് പോവുകയാണ്. IV ശശി ശബരിമലക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. ഒരു സിനിമാ സംവിധായകനായിരുന്നു, ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഇപ്പൊ കുറെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചു, എന്ത് പറ്റി ചോദിച്ചു. ഇങ്ങനെ ആളുകൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ ഒരു വിളി വന്നു എന്ന് പറയുന്നുണ്ട്, കുറച്ചാൾക്കാർ കണ്ടു എന്ന് പറയുന്നു, കുറച്ചാൾക്കാരെ കണ്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോയി ശബരിമല പോയി തിരിച്ചു വന്നിട്ട് ഈ കഥ ലോഹിതദാസിനോട് പറയും. കുഴപ്പമുണ്ടായ സംഭവം അവിടെ നിന്നാണ് മൃഗയ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ വെക്കുന്നത്. ആ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടുകയും ചെയ്തു. വാറുണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ലഭിച്ചത്. അപ്പൊ എന്ത് ചെയ്തു? വേറെ ഒന്നും ഇൻസിഡന്റ് ഇല്ല. ഒരു സ്ഥലത്ത് ഒരു പുലി വരുന്നു, ബാക്കിയൊക്കെ അതുപോലെ ബിൽഡപ്പ് ചെയ്യണം. യെസ്. ഒരു സ്ഥലത്ത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു സ്ഥലത്ത് ഒരു പുലി വരുന്നു, ആ പുലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു വേട്ടക്കാരൻ വരുന്നു. ആ വേട്ടക്കാരൻ പുലിയേക്കാൾ വലിയ ശല്യമായിട്ട് മാറുന്നു. പിന്നെ അയാളെ ഓടിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുമ്പോൾ അയാൾക്കൊരു കയ്യബദ്ധം പറ്റുന്നു. ഒരു ആള് അയാളെ കയ്യബദ്ധം കൊണ്ട് മരിക്കുന്നു. ആ മരിക്കുന്ന ആളുടെ പെൺകുട്ടിയെ തന്നെ അയാൾ വിവാഹം കഴിക്കണ്ട. അതുമേലെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് പോവാം. യെസ്. അപ്പൊ നിങ്ങൾ കാണുന്ന ചെറിയ ഇൻസിഡന്റ് മതി, അതുമേലെ അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുമ്പോ അങ്ങനെയാണ് ഓരോ കഥകൾ ഉണ്ടാവണേ. യെസ്. നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊക്കെ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെല്ലാം വിചാരിക്കില്ലേ? അതൊന്നും നന്നായിട്ട് അടക്കി പറക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് സ്ക്രീൻ പ്ലേ, തിരക്കഥയായിട്ട് മാറി. അത് ശ്രമിച്ചു നോക്കിക്കൂടെ? ഭാവിയിലൊരു ദേശീയ അവാർഡ് നിങ്ങളുടെ വീട്ടിലിരിക്കും. ഭാവിയിലൊരു എന്താ പറയാ ഓസ്കാർ അവാർഡ് വീട്ടിലിരിക്കും. എന്റെ അമ്മ ഓസ്കാർ അവാർഡ് ജേതാവാണെന്ന് അല്ലെങ്കിൽ ദേശീയ അവാർഡ് ജേതാവാണെന്ന് പിള്ളേർക്ക് തയ്ക്കുന്ന സമയത്ത് പറയാം. ഇത് പറയുന്നു ശ്രമിച്ചോളാം. ഓക്കെ. യെസ്. അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെ വന്നാൽ ഈ സമയമൊക്കെ പോകും. എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാം. വെറുതെ നേരങ്ങളിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയാം? ഈ വക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ജോലി ഉണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ വേറെ നമുക്ക് ചെയ്യാം. നമുക്കൊരു ഫ്രീ ആയ സമയം കിട്ടിയാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു അഡീഷണൽ വരുമാനവും കൂടി ഉണ്ട്. പിന്നെ ഒരു ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്, ഒരു സാമ്പത്തിക വശം കൂടി ഉണ്ട്. അത് അഡീഷണൽ വരുമാനം കൂടി ഉണ്ട്. നിങ്ങൾ ആ കിട്ടുന്ന പൈസയൊക്കെ ഒന്ന് കൂട്ടി വെച്ചോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ഇന്റർനാഷണൽ ടൂർ പോക്കോ, വിദേശ രാജ്യങ്ങള് ഒക്കെ സന്ദർശിച്ച് തിരിച്ചു വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പറയല്ലേ, ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കും ഞാൻ എന്റെ ടൂർ പരിപാടികൾ ഫിക്സ് ചെയ്യുന്നത്. യെസ്. മറ്റു പൈസ വീട്ടിലെ കാര്യങ്ങൾക്ക്. അപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്.
കുറച്ച് പേപ്പറും ഒരു പേനയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ലൊരു മനസ്സുണ്ടായാൽ മതി. ആരെയും നമുക്ക് കുറ്റം പറയാതെ പോകുന്നൊരു മനസ്സുണ്ടായി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് റെഡിയാക്കില്ല. ഓക്കെ, അപ്പോ ധന്യയുടെ ഈ പാട്ടാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഓക്കെ ധന്യ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങളിൽ ഞാനിത് പറയുമ്പോ ആരുടെയെങ്കിലും ഒരാളുടെ മനസ്സിൽ ഒരു ചെറിയൊരു സ്പാർക്ക് വന്നാൽ ഞാൻ തരാം. ചിലപ്പോ അത് ഇവിടെ ഇരിക്കും, ഒരു സ്പാർക്ക് വരല്ലെങ്കിൽ ശ്രമിച്ചു നോക്കിയാലോ, അല്ലെ? ഒന്ന് ചെയ്തു നോക്കിയാലോ? യെസ്, ചെയ്തു നോക്കുക, സക്സസ് ആയാലോ? യെസ്. ഈ MT വാസുദേവൻ നായരൊക്കെ ആദ്യം കൃതികളൊക്കെ എഴുതിയിട്ട് അയച്ചു കൊടുത്തപ്പോ അതൊക്കെ കൃത്യമായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായതല്ല. റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയാറല്ലേ? റോമ സാമ്രാജ്യത്തിൽ ഒരുപാട് മൊണുമെന്റ്സ്, സ്മാരകങ്ങളുണ്ട്. റോമിൽ ഒരുപാട് സ്മാരകങ്ങളുണ്ട്. ഈ സ്മാരക ഒരു പഴയ പുരാതനമായിട്ടുള്ള ഒരുപാട് മൈക്കലാഞ്ചലോ, റാഫേൽ, ലിയനാർഡോ ഡാ വിഞ്ചി അവരുടെയൊക്കെ കാലഘട്ടത്തിൽ വരച്ച ചിത്രങ്ങളോട് കൂടിയ ദേവാലയം, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകളോട് റോമാക്കാർ പറയുന്ന ഒരു വാചകമാണ്, റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. ഈ റോം എന്ന് പറയുന്ന ഈ സംഗതി അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. യെസ്, അത് ഒരുപാട് നാളിന്റെ പ്രോഡക്റ്റ് ആണ്. അതിനാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും നല്ല, ഇപ്പോ അമിതാഭ് ബച്ചൻ ഒരു ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെന്നപ്പോ അവിടെ പുള്ളിയുടെ പുറത്താക്കിയതാണ്. യെസ്, അങ്ങനെ ഒരുപാട് ആളുകളെ പുറത്താക്കിയ ആളുകളൊക്കെ പിന്നെ എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അവര് സഹിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. യെസ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ ചിലപ്പോ പിന്നീട് ഇവരൊക്കെ വേറെ ലെവലാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ ഒരു വഴി കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ടത്. കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു വളരെ വണ്ണം കുറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു ആ കോളേജിൽ. ഡിഗ്രിക്ക് പഠിക്കുന്ന പുള്ളി, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി, ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക്. അപ്പോ പക്ഷെ ഈ പയ്യനെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. കാരണം വെച്ചാല് ഒരു വളരെ വണ്ണം കുറച്ച് പയ്യൻ നല്ല ലൂസ് ഷർട്ടും ഇട്ടുകൊണ്ട് വന്നിട്ട് അപ്പൊ ശ്രദ്ധിക്കപ്പെടും. അതുമല്ല, എന്തെങ്കിലും കോപ്രായങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും കോളേജിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ പഠിക്കാൻ മാത്രം എടുക്കണമെന്നല്ല. ഇപ്പോ മിസ്റ്റർ കോളേജ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പുള്ളിയും ഒരു വള്ളി കളസ് നോക്കിയിട്ട് പുള്ളിയും കയറി വരും. ശരീരമൊന്നും നേട്ടാ, ഭയങ്കര കോമഡി ആയിട്ട്. യെസ്, ഉച്ചയാകുമ്പോ ചിലപ്പോൾ കുട്ടികളോട് ഒരു രൂപ തരുമെന്ന് പറഞ്ഞ പെൺകുട്ടികളൊക്കെ ചോദിച്ചിട്ട് അവിടെ പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കുമല്ലോ. ആ പയ്യനെ ഇപ്പൊ നമ്മൾ വിളിക്കുന്ന പേര് സലികുമാർ എന്നാണ്, സിനിമ നടൻ. യെസ്, അതേ പയ്യന് ഇപ്പൊ വിളിക്കുന്ന സലികുമാർ എന്നാണ്. യെസ്, ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് ഞാൻ കണ്ട ആളെ എവിടെ നിൽക്കുന്നു, ഇന്ന് ഞാൻ കണ്ട ആള് കാണുന്ന ആളെ എവിടെ നിൽക്കുന്നു. യെസ്, അപ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ. യെസ്, ദർ വിൽ ബി ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. ഒന്നും ചെയ്യാതെ ഒന്നും നടക്കില്ല. ആമയും മുയലും കഥയില് ആമ ജയിക്കാൻ കാരണം ആമ പയ്യാണെങ്കിലും എപ്പോഴും പോയിക്കൊണ്ടിരുന്നു. ആമ പയ്യാണ് പോകുന്നത്, പക്ഷെ എപ്പോഴും ഇറ്റ് ഈസ് മൂവിങ്, അത് പോയിക്കൊണ്ടേയിരുന്നു. അതാണ് എന്റെ ഗുണം കിട്ടിയത്. നിങ്ങൾ ഡെഡ് ആവല്ലേ, പയ്യെ പോയാൽ മതി, എന്നാലും മുന്നോട്ട്. യെസ്, ഓടാൻ പറ്റുമെങ്കിൽ ഓടുക, നടക്കാനാണ് പറ്റെങ്കിൽ നടക്കുക, ഇഴയാനാണ് പറ്റെങ്കിൽ ഇഴയുക, പക്ഷെ എല്ലാം മുന്നോട്ടായിരിക്കും. യെസ്, മതി, ഇഴഞ്ഞ മതി, അത് മുന്നോട്ട് തന്നെ പോവാ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും എത്തും, ധൈര്യമായിട്ട്. യെസ്, താൻ പാതി ദൈവവും പാതി എന്നല്ലേ. നിങ്ങൾ ആ വർക്ക് ചെയ്തോ, ബാക്കി there will be the grace of God. Okay, wish you all the best. Who is signing on? Sir, ഞാനാണ് വിദ്യ. Okay, Vidya, you start. Good afternoon to our respected Job sir and my dear friends. Welcome back to our English class. We are ready to learn, listen and participate today. Thank you for your continued support and for making our English lessons interesting and fun. We are excited to see what we will learn today. Once again, welcome back to our English class all. Thank you. Okay, Vidya. എന്താ പറയാ, ക്ലാസ്സിൽ നിന്ന് പോയെന്ന് തോന്നി. അതാ വിദ്യ. Once again, welcome back to class. അല്ലേ വിദ്യ? വെരി ഗുഡ്, വെരി ഗുഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Yes. Okay. Then, thought of the day. Good afternoon, sir. Okay, Lisa. Yes, പറഞ്ഞോളൂ Lisa. Think about what is really important to you in life. Make that your priority. APJ Abdul Kalam.
APJ അബ്ദുൽ കലാം. യെസ്, ഓക്കെ, വെരി ഗുഡ് അനിത, വെരി ഗുഡ്. അത് ഉറച്ചങ്ങനെ പറഞ്ഞോട്ടെ അനിത, പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ മൊബൈലിലെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് ഒന്ന് കേട്ടു നോക്കണം. എന്നിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി പറയണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ്, വേറെ ആരെയും കേൾപ്പിക്കേണ്ട. ഇഷ്ടപ്പെട്ടില്ല ഒന്നുകൂടി പറയണം. മൂന്നാമത്തിന് ശരിയായി. യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമുക്കിത് ആരംഭിക്കാം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. യൂണിറ്റ് 16 ഒരു സ്റ്റോറി, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഷിലു ഇത് വായിച്ചോളൂ. എ ഫാർമർ ആൻഡ് എ പെയിന്റർ. Sir, a farmer and a painter walk in forest. Here a bear coming trembles with fear. Farmer climbs tree and hide. Painter falls flat as if dead. The bear sniffs, think dead, go away. Farmer comes down, asks what the bear said. Never to make friends with one. Run away when friend in danger. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഷിലു, യെസ്. അപ്പൊ ഇത് ഇവിടെ നമ്മളൊരു പാരഗ്രാഫ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇതിലൂടെ ഒന്ന് കടന്നു പോകാം. യെസ്, സാധാരണഗതിയിൽ നമ്മൾ പരീക്ഷയ്ക്ക് ഇതേപോലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു വാസി ചേർത്ത്, ഒരു ഈസി ചേർത്ത്, അതിനങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ സംഗതികൾ ഫിനിഷ് ചെയ്ത് എഴുതും. നമുക്ക് അതൊന്നും വേണ്ട. ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മളിത് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പഠിക്കും. യെസ്, അസീല. ആൻസീല. അസീലല്ല, ആൻസീല. Sir. How are you, Ansila? Fine. Very good. Ansila, ഇതിനകത്ത് ഫസ്റ്റ് ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് നമ്മൾ വേറെ ഒന്നുകൂടി കളിക്കും. The farmer. Hello. പറ. അല്ല. ഓക്കെ. അതിന്റെ വാഹനത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാനായിരിക്കും മെർലി. ഓക്കെ, അസീല റെഡിയാണോ? റെഡിയാ. അപ്പൊ മെർലി ഞാനത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ. അപ്പൊ അസീല ഇവിടെ നമുക്ക് ഇവിടെ നോക്കി അൻസീല. ഓക്കെ, ഒന്നുമില്ല, വിളിക്കുമ്പോ കറക്റ്റ് അല്ലേ? ചെറിയ അക്ഷരം. ഓക്കെ, എ ഫാർമർ ആൻഡ് എ പെയിന്റർ ഡാഷ് വാക്ക് ഇൻ ദി ഫോറസ്റ്റ്. നമ്മൾ അത്ര എടുക്കണില്ല, വേറെ ഒന്നും എടുക്കണില്ല. ഇത് നമുക്ക് ഒരു 3 സെന്റൻസ് ആക്കിയിട്ട് അത്രയും ഭാഗം വരെ അൻസീല ഒന്ന് പറയും. അൻസീലക്ക് ഇഷ്ടമുള്ളത് കയ്യിൽ ചേർക്കാം. ഇപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഫാർമറും പെയിന്ററും കാട്ടിലൂടെ നടക്കുകയാണ്, അത്രേ ഉള്ളൂ. ബാക്കി അസീലക്ക് ബിൽഡപ്പ് ചെയ്യാം, ഫ്രണ്ടിലോ ബാക്കിലോ. അത് അസീലയുടെ സ്വാതന്ത്ര്യമാണ്. രസകരമായിട്ട് അസീലക്ക് ബിൽഡപ്പ് ചെയ്യാം. ശരിയാവുന്ന അറിയില്ല. സപ്പോർട്ട് ചെയ്യാനാണ്. അസീലയുടെ ഭാവനയാണ്. ഓക്കെ, A farmer and painter. We are walking the forest. When here bear come. അങ്ങോട്ട് പോകണ്ട, അത്ര പറയാൻ മതി. ഫോറസ്റ്റിൽ ഒന്ന് ഞാനിപ്പോ എക്സാമ്പിൾ ഇട്. അസീലൊക്കെ പിടിയിട്ടില്ലെന്ന്. അസീലെ കയ്യിൽ നിന്ന് ചേർക്കരുത്. പണ്ട് ഒരു ഫാർമറും ഉണ്ടായിരുന്നു, ഒരു പെയിന്ററും ഉണ്ടായിരുന്നു. അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവര് കാട്ടിലേക്ക് പോകാൻ, അത് ആൻസിലെ കയ്യിൽ നിന്ന് ചേർക്കുകയാണ്. ഒരു ദിവസം അവർ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച ആ ദിവസം അവർ ഇന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് അവർ കാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അല്ല, ഇങ്ങനെ കൊണ്ടത് അവിടെ കൊണ്ടുവന്നത് ഫ്രണ്ടില്. അതെല്ലാം ആൻസിന്റെ ഭാവനക്കനുസരിച്ച് ചേർന്നത്. ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവന സമ്പന്നരായിരിക്കും.
യെസ്, നിങ്ങൾ കഴിയുന്ന ചേർക്കണം. യെസ്, ഓക്കെ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തത് ആൻസിയുടെ ഭാവന. ഞാൻ പറഞ്ഞത് ഇഷ്ടമൊന്നുമില്ല. ആൻസിയൊക്കെ വേറെ തോന്നുന്നെങ്കിൽ വേറെ എടുത്തു. യെസ്, പക്ഷെ അതെങ്ങനെ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പറയുമെന്നുള്ളൊരു ഞങ്ങൾ സഹായിക്കില്ല. ഇത്രയും പേര് ഇവിടെ നിൽക്കില്ലേ അല്ലേ ചെയ്തു, നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ? യെസ്, ആ ഓക്കെ ശരാന. അപ്പൊ ആദ്യം നമുക്ക് ആരംഭിക്കാം. പണ്ട് അവിടെ ഒരു ഫാർമറും ഒരു പെയിന്ററും ഉണ്ടായിരുന്നു. പറഞ്ഞു പണ്ട് സപ്പോർട്ട്. ഓക്കെ, അല്ലെങ്കിൽ ലോങ് എഗോ, ഇഷ്ടം പോലെ വാക്കുകൾ എടുക്കുന്നു. യെസ്, അപ്പൊ കേൾക്കുമ്പോൾ തോന്നും ആ ശരിയാണല്ലോ, അത് നമ്മൾ കുറച്ചായിട്ട് ഉപയോഗിക്കാതിരുന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പകുതി ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ once upon a time a farmer and painter ഒരു വില്ലേജിൽ ജീവിച്ചു. അത് ഭംഗിയാക്കി, കറക്റ്റാണ്. വൺസ് അപ്പോൺ എ ടൈം എ ഫാർമർ ആൻഡ് എ പെയിന്റർ ലിവ്ഡ് ഇൻ എ വില്ലേജ്. കേട്ടോ, അവരൊരു ഗ്രാമത്തിൽ താമസിച്ചു. ഇത് നമ്മൾ അടുത്ത് പറയാം. അവര് വളരെ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. the best friends. They were good friends. Okay, അവര് നല്ല സുഹൃത്തുക്കളായിരുന്നു. യെസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസിനിക്ക് ഒരു ഭാവന കൊടുക്കാം. അവര് കാട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അവർ ഫോറസ്റ്റ് ജസ്റ്റ് ഹണ്ട് ചെയ്യാൻ പോയി. അല്ല, ഇതുവരെ അവർ കാട്ടിൽ പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് അവർ പോകാൻ തീരുമാനിക്കരുത്. അങ്ങനെ എടുക്കും. They had not gone to forest. അവരെവിടെ പോയിട്ടില്ല, ഫോറസ്റ്റിൽ പോയിട്ടുണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് അവർ തീരുമാനിച്ചു, they decided to go to forest. കാട്ടിലേക്ക് പോകാനായിട്ട് അത് തീരുമാനിച്ചു. ഒരു ദിവസം വണ്ടേ ഇവിടെ നമുക്ക് ആലോചിക്കാം. വണ്ടേ the farmer and the painter and started to walk in the forest. കാട്ടിലൂടെ നടക്കാൻ. ഇനി ഞാനിത് പറഞ്ഞില്ലേ, അതൊന്ന് തിരിച്ചു പറഞ്ഞ എത്തിക്കോട്ടെ. നമുക്ക് ഈസുവാസിയൊക്കെ പുതുപ്പിക്കണ്ട, നമുക്ക് ക്രിയേറ്റിവിറ്റി മതി. 2-3 സെന്റൻസ് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരും മനസ്സിലിങ്ങനെ പിടിയിൽ വെച്ചോട്ടെ. നിങ്ങളുടെ വശം പറ്റുമ്പോഴേക്കും അവിടെ ചേർക്കാൻ പറ്റിയ ഐറ്റംസ് ഇല്ല. യെസ്, ഓക്കെ, അത് പിടിയിൽ വെച്ചോ. അത് നിങ്ങളുടെ ഭാവനയാണ്. പറഞ്ഞോളൂ അനുസരിച്ച്. ഞാൻ പറയണമെന്ന് കേട്ടാ പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും മാറ്റി പറഞ്ഞു. ആലോചിക്കാൻ സമയം തരാം അല്ലേ? എനിക്ക് പെട്ടെന്ന് വിളിച്ചോണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യെസ്, ഓക്കെ. സംഗതി കേട്ടപ്പോ അങ്ങനെ പെട്ട് തോന്നിയില്ലേ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കാം അങ്ങനെന്ന് വിചാരിച്ചു. യെസ്, ഓക്കെ. അത് നമ്മൾ എന്ത് കാണുന്ന കാര്യങ്ങളല്ലേ. ഓക്കെ. നമ്മളിപ്പോഴും ഭാവന സമയം പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുകഥാ മത്സരത്തിന് പങ്കെടുക്കുന്നു, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോ അന്ന് അതിനൊരു പത്രപ്രവർത്തകനാണ് ആ വിഷയം തന്നത്. അപ്പൊ പുള്ളി പറഞ്ഞ ചെറുകഥയുടെ കഥ പറഞ്ഞു. ഇതാണ് ഒരു മാറ്റർ വരുന്നത്. അത് പറഞ്ഞ് ഞാനിപ്പോഴും ഓർത്തിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു പാവപ്പെട്ട ഒരു വീട്, ആ പാവപ്പെട്ട വീട്ടിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ 2-3 സഹോദരിമാരൊക്കെ ഉണ്ട്. ബുദ്ധിമുട്ടാണ്. വീടൊക്കെ പണയം വെച്ച് ലോണൊക്കെ മേടിച്ചിട്ട് ഗൾഫിലോട്ട് പോകും. അങ്ങനെ മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ സഹോദരിമാരും അച്ഛനും അമ്മയും കൂടി പുള്ളിനെ എയർപോർട്ടിൽ കൊണ്ടുപോയി ആക്കുന്നു. വിമാനത്തിൽ പയ്യെ കയറി പോകുന്നു. തിരിച്ചൊരു വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നതോടുകൂടി ഇവർക്ക് ഭയങ്കരധികം സന്തോഷമായി. കാരണം ഇനി പകരം അവിടെ ജോലി കിട്ടി, സഹോദരൻ അവിടെ ജോലിയായി, പൈസ അയച്ച് തന്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ മാറും എന്നിങ്ങനെ വിചാരിച്ച് വളരെ സന്തോഷിച്ചിങ്ങനെ ജീവിക്കരുത്. 2 ദിവസം കഴിഞ്ഞു പയ്യെ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വന്ന് വാതിൽ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരി വന്ന് വാതിൽ തുറക്കുമ്പോൾ അകലെ നിന്ന് ബാഗും തൂക്കി പിടിച്ച് തിരിച്ചു വരുന്ന സഹോദരനെ കാണും. ഗൾഫിലേക്ക് അയച്ച സഹോദരൻ തിരിച്ചു വരെ. അപ്പൊ അകലെ നിന്ന് പുള്ളിങ്ങ് തിരിച്ചു വരരുത്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല.
ആ സഹോദരൻ നടന്ന് അടുത്ത് വന്നതിന് ശേഷം അയാളോട് ചോദിക്കാൻ പറ്റില്ല എന്താ പറ്റിയെന്ന്. ഈ പയ്യന് ആ പ്ലെയിന് കയറ്റി വിട്ടതാണ് ഇവര്. അപ്പൊ ഇവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന കാണാൻ ആ സഹോദരൻ അവിടെ നിന്ന് നടന്ന് നിങ്ങളുടെ അരികത്ത് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതാണ് ചെറുക്കനായിട്ട്. അത്ര സമയം, അതായത് അങ്ങനെയാണ് ഗേറ്റ്. ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇവിടം വരെ എത്താനെടുക്കുന്ന സമയത്തിനുള്ളിൽ എന്തെല്ലാം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു. അതാണ് ഈ കഥയുടെ വിഷയം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. യെസ്, അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഭാവനയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയിൽ, നമ്മുടെ മണിച്ചിത്രത്തായി പറയുന്നത് പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ പോയിക്കോളും. നോ പ്രോബ്ലം. ഓക്കെ, മെർലിൻ സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ ഡാഷ് ആണ് മെർലിക്ക് പൂരിപ്പിക്കേണ്ടത്. അവിടെ തുടങ്ങി ബാക്കിയിട്ടാണ്. അപ്പൊ ഫോറസ്റ്റ് വരെയായി. ഇനി വന്നത് ഡാഷ് ഹിയർ എ ബെയർ കമ്മിങ്. അത്ര വരെയുള്ള വശത്ത് മെർലിന് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ചേർത്ത് പൂരിപ്പിച്ചു. ഒരു കരടി വരുന്നത് കാണുന്നു അവിടെ വരും. യെസ്, മെർലി പറഞ്ഞോളൂ. കേൾക്കുന്നില്ല? മെർലി കട്ടായി പോകുന്നതാണല്ലോ. നേരത്തെ പറഞ്ഞപ്പോ ക്ലിയർ ആയിട്ട് കിട്ടിയ. യെസ്, പറഞ്ഞോളൂ. അത് രണ്ടാമത്തെ സെന്റൻസ് തൊട്ട് പറഞ്ഞാ മതിയാ? രണ്ടാമത്തെ അതായത് ഹിയർ എ ബെയർ കമ്മിങ് കണ്ടില്ലേ? അതാണ് പൂരിപ്പിക്കുന്നത്. അത്രയും വരെ മതി. ബെയർ കമ്മിങ് വരെ പൂരിപ്പിച്ചാൽ മതി. അതിന്റെ ഇടയിൽ എന്തെല്ലാം കേൾക്കാൻ പറ്റി ചേർത്തോളൂ. A farmer saw the bear. A painter come here on bear forest. Take the forest in the bear. Yes. Bear coming from me. ഓക്കെ ഞാൻ തരാം. ഓക്കെ കറക്റ്റ് ആണ്. ഫാർമർ, നിങ്ങൾ മനസ്സിൽ കാണും, ഫാർമറും പെയിന്ററും കൂടെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകും. അപ്പൊ ബിയറിനെ നമ്മൾ പെട്ടെന്ന് കാണിക്കില്ലേ, അത് അവിടെ നിൽക്കട്ടെ. അത് നടന്നു പോകുന്നു. അവർ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഒരു കുളം കാണാം. ആ കുളത്തിന്റെ അരികത്ത് അല്പസമയം ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും ഒരു കുറ്റിച്ചെടികൾ, ബുഷസ് അനങ്ങുന്നത് കാണാം. അനങ്ങുന്നത് കണ്ടു കഴിയുമ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിയറിലോട്ട് പോകാം. ഒറ്റയടിക്ക് അങ്ങോട്ട് ചാടി കരടിയിലോട്ട് പോകണ്ട, അവിടെ നിൽക്കട്ടെ. യെസ്, അത് അവിടെ നിൽക്കട്ടെ. കരടി വരും, ലാസ്റ്റ് വരും. അതിനു മുമ്പ് നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് തോന്നിപ്പിക്കും. എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നായകനെ കൊണ്ട് അത് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. നായകനെ അതിനു മുമ്പ് സഹനടനെ കൊണ്ടോ നടിയെ കൊണ്ടോ ഇയാളെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നായകൻ എത്തിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു ബാക്കപ്പ് കൊടുക്കണം. യെസ്, ഒരു ബാക്കപ്പ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രസന്റ് ചെയ്യും. നിങ്ങൾ സ്റ്റേജിലോ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം പിന്നെ സംഗതികൾ കയറി വരും എന്ന് പറഞ്ഞ പോലെ ബിയർ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മൾ കൊണ്ടുവരും. ഓക്കെ, പെട്ടെന്ന് കൊണ്ടുവരുന്നില്ല, പക്ഷെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാം. യെസ്, ബിൽഡപ്പ് ചെയ്തോളൂ. ഭാവനനുസരിച്ച് ഞാൻ പറഞ്ഞതൊന്നും എടുക്കണമെന്നില്ല. ബെർലിയുടെ ഭാവന എടുപ്പിക്കും. Yes, farmer and the painter sit in the river. നടത്തിട്ട് നമ്മൾ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ബെർലി കട്ടായി നേരത്തെ ആദ്യം വിളിച്ചപ്പോ ഇരുന്ന പോലെ ഇരുന്ന് അത് അവിടെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട്. ഞാൻ അവിടുന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല സാർ, അല്ലേ? വെരി ഗുഡ്. പറഞ്ഞു, നോ പ്രോബ്ലം. Farmer and the painter talk
to me. To, mm, Yes, no problem. Okay. Yes. An attempt. ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് ഒരു എന്താ പറയാ പകുതി മാർക്ക് കിട്ടുന്നതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ടീച്ചർമാരല്ലേ? പശുവിനെ കുറിച്ച് എന്തോ ഞാൻ പറഞ്ഞോട്ടെ. യെസ്, വെരി ഗുഡ്. ഓക്കെ ലിയ, കണ്ടിന്യൂ, പറഞ്ഞോളൂ. One day a farmer and painter were working in a forest. Yes. They heard a bear coming towards them. The painter trembled with a fear. ഓക്കെ ലിയ, അങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഓരോ ഡാഷ് ഇല്ലേ, ആ ഡാഷ് ഉള്ള സ്ഥലത്ത് 2 സെന്റൻസ് ആഡ് ചെയ്യും. 2 സെന്റൻസ് വെച്ചിട്ട് ആഡ് ചെയ്യും. ഓരോ ഡാഷിലും 2 or 3 സെന്റൻസ് ആഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവിടെ ഈസോ വാസോ ചേർത്തങ്ങൾ പോകണ്ട. അപ്പോ ആദ്യത്തേല് നമ്മുടെ ആൻസിയിലെ 2 സെന്റൻസ് പറഞ്ഞു, അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, പോകാമെന്ന് തീരുമാനിച്ചൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ മെർലിൻ പറഞ്ഞപ്പോ അവര് കാട്ടിലേക്ക് നടന്നു, ഒരു കുളം കണ്ടു, അരികത്തിരുന്നു, കുറച്ചേരം കഴിഞ്ഞു, ഭൂഷസ്ഥാനങ്ങൾ കണ്ടു, നോക്കി, കണ്ടോ, അങ്ങനെ പോയാൽ മതി. ഓരോ ഡാഷും 2 or 3 സെന്റൻസ് വെച്ച് ഫില്ല് ചെയ്യും. അപ്പൊ മൂന്നാമത്തെ ഞാൻ പറയാം. വലിയേക്ക് തരുന്നത് ഡാഷ് ട്രെമ്പിൾസ് വിത്ത് ഫിയർ. ആ ഫിയറിൽ അവസാനിക്കണം, അല്ലെങ്കിൽ അവിടെ ആ പെയിന്റർ ട്രെമ്പിൾഡ് വിത്ത് ഫിയർ. ഫിയർ, ഭയം കൊണ്ട് അവർ ഞെട്ടി വിറച്ചു. യെസ്. ഈ ബാക്കി ലിയ അവിടെ 2-3 സെന്റൻസ് ഫില്ല് ചെയ്യും. അപ്പൊ ഇപ്പൊ പറഞ്ഞോട്ടെ. The farmer climbed a tree and hid. അത് അടുത്ത സെന്റൻസ് ആയില്ലേ? The farmer എന്നുള്ളതിന്റെ അവിടെ അല്ലേ? അങ്ങോട്ട് പോകണ്ട, അതിന് മുമ്പ് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ഇട്ട് തരാം. ഇപ്പൊ അവര് ആരെ കണ്ടു? കരടിയെ കണ്ടു. അവർ പരസ്പരം നോക്കി, കണ്ടോ, രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. അങ്ങനെ കയ്യിൽ നിന്ന് ചേർക്കാം. അത്ര സിറ്റുവേഷനിൽ ചേർക്കാൻ പറ്റിയ സംഗതിയാണ്. ഹൈഡ് ചെയ്തതും മരത്തിൽ കയറിയതൊക്കെ പിന്നീട് അത് കഴിഞ്ഞിട്ട് വേണം, അങ്ങോട്ടൊന്നും പോകണ്ട. ഇത്രയും സ്ഥലത്ത് ലിയയുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് ചേർന്നത്. അപ്പൊ അവര് ആ ബുഷ് സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോളൂ. താൻസിയേക്കാണ് ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ലിയ കഴിഞ്ഞതിന് ശേഷം ഞാൻ താൻസിയോട്ട് വരട്ടെ. ഓക്കെ ലിയ, മൂന്നാമത്തെ ഡാഷിലോട്ട് ഫില്ല് ചെയ്തു. സഡൻലി പറ്റോ? എന്ത് വേണമെങ്കിലും ചേർത്തോ. Suddenly farmer climbs tree and hide. പറ്റോ? അത് അങ്ങനെ എത്തിയിട്ടില്ല. ഇപ്പുറത്ത് ഫിയറിന് മുമ്പ് ഫില്ല് ചെയ്യും. ഫാർമർ മരത്തുമ്മ കയറി ഒളിച്ചെന്നല്ലേ വരുന്നത്. അതിന് മാച്ച് ആയിട്ട് എന്തെങ്കിലും വേണം അതിന്റെ മുന്നിലല്ലേ? അതിന്റെ മുന്നിലും അതിന്റെ മുന്നിലും രണ്ടുണ്ട്. മൂന്നാമത്തേന്റെയും ഞാൻ എല്ലാവരോടും പറയണം, ഓരോ സെന്റൻസ് ഡാഷ് ഇല്ലേ, അവിടെ 4 or 5 സെന്റൻസുകൾ ചെയ്തു. അത് നിങ്ങളുടെ ഭാവനക്ക് മിഥുന വരാട്ടോ. എന്നിട്ട് മൂന്നാമത്തേല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മൂന്നാമത്തേല് അത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല ലിയ. വേറെ അവിടെ 1-2 സെന്റൻസ് കൂടി ആഡ് ചെയ്തു. They had heard a bear coming towards them. അത് പറഞ്ഞില്ലേ? The the farmer climbed a tree and hid. The painter അവിടെ ഓക്കെ സമ്മതിച്ചു. ഡാഷ് ഫാർമർ ക്ലൈംസ് ദ ട്രീ ആൻഡ് ഹൈഡ്. ഫാർമർ മരത്തിന് മുകളിൽ കയറുന്നു, ഒളിച്ചിരിക്കുന്നു. അത്രയും വരെ മതി കേട്ടോ. അതിന് മുമ്പുള്ള അതിന് മുൻപാ അവിടെ വെച്ച് അവസാനിക്കണം ഫാർമർ. അപ്പൊ ഭാവനയിലൊക്കെ വരട്ടെ. അതായത് ബിയർ കരടി വരുന്നു, രണ്ടുപേരും പരസ്പരം നോക്കി എന്ത് ചെയ്യണമെന്ന്. അത് ഇംഗ്ലീഷിൽ പറയാം, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞില്ല. അവിടെ അരികത്ത് ഒരു മരം നിൽക്കുന്നത് കണ്ടു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, മരം കയറാൻ അറിയില്ലായിരുന്നു. അടാ അതൊക്കെ കയ്യിൽ നിന്ന് ചേർക്ക്. അവർ രണ്ടുപേരും കണ്ടു എന്നുള്ളത്
അങ്ങനെ ചേർക്കാലോ. ഒരു മരം കണ്ടു. സി കാണുക അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ. തോന്നില്ലേ? സോ ട്രീ. പിന്നെ ചേർത്താം, പിന്നെ ആഡ് ചെയ്യാൻ പറ്റോ? ഇഷ്ടമുള്ള ചേർത്തോ, എന്നെ നോക്കേണ്ടതാ. ലീയുടെ ഭാവനയാണ്. എന്നെ നോക്കിയാൽ പറ്റും, ഞാൻ പറഞ്ഞതേ എടുക്കണ്ട. ഞാനിപ്പോ ഒരു പ്രേക്ഷകരായിട്ട് മാറി നിൽക്കുകയാണ്. ഇത് ലിയ ബോർഡിൽ എഴുതിയിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഞങ്ങൾ എത്ര വെരിഫൈ സ്റ്റുഡന്റ് ആണ്. യെസ്, യു ആർ ദ ടീച്ചർ. ടീച്ചർക്ക് ഇഷ്ടമുള്ളത് പറയാം. വി ആർ ലിസണിങ്. ലിയ പറയുന്നതാണ് ശരി, വേറെ ആരും പറയുന്നത് ശരിയല്ല. അയ്യോ, we are so trained. A farmer climbs tree, then fell down. വീണ്ടും വീണ്ടും കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു ഭാവനയാണ്. അതായത് അത് ആരും ഞാൻ വിചാരിക്കാത്ത സംഗതിയാണ് ലിയ പറഞ്ഞത്. മരത്തില് ഫാർമർ കയറി താഴെ വീണു, പുളി വീണ്ടും കയറി. ഓക്കെ ഓക്കെ, ഒരു വീഴ്ച ഞാൻ വിചാരിച്ചില്ല, പക്ഷെ അതാരും വിചാരിക്കാത്തത്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഭാവനയിലൊക്കെ ഡെവലപ്പ് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. ഫാർമർ ക്ലൈംസ് ട്രീ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Then and hide. Yes. Among the branches of the tree. ആ മരത്തിന്റെ ബ്രാഞ്ചില് ഹൈഡ് ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ ലിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. Then ശിവ, ഇത് ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ശരിയാക്കി വേണമെന്നൊന്നുമില്ല, നമ്മളൊരു അറ്റംപ്റ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ. Then ശിവ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, 1 2 3 4. ഇനി 5 ഡാഷ് ആണ് നമ്മൾ. 5th ഡാഷ് കേട്ടോ. അതായത് ഡാഷ് പെയിന്റർ falls flat as if dead. പെയിന്റർ ചത്തതുപോലെ മരിച്ചതുപോലെ താഴെ കിടക്കുന്നു. ഇതാണ് സംഭവം. ഇടയിൽ എന്ത് പണികളൊക്കെ ശിവ ആഡ് ചെയ്തോളൂ. The painter don't know what to do. He was scared. Okay. Then he got an idea. Very good, very good, very good, very good. Okay, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ശിവ. അതായത് പെയിന്റർക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റിയില്ല. പിന്നെ വേണമെങ്കിൽ ഒരു സിമ്പതി വേണമെങ്കിൽ കൊടുത്തു. അതായത് ഈ ഫാർമർ മുകളിലേക്ക് കയറി പോകുന്നത് വിഷമത്തോടു കൂടി പെയിന്റർ നോക്കി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫാർമർ സഹായിക്കുമെന്ന് കരുതി പുള്ളിയുടെ കൈയൊന്ന് പൊക്കി കൊടുത്തു, എന്നെ പിടിച്ച് കയറ്റാൻ പറഞ്ഞു. അത് വരട്ടെ. He think the farmer will help him, and he raised his hand. Very good. Okay. പക്ഷെ അയാൾ സഹായിക്കുമോ ഫാർമർ? But he didn't. Didn't. So he don't know. Very good. But the farmer didn't. ശിവ നല്ല ഭാവനയിൽ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട്. ഒരു നമ്മളെപ്പോഴും ഭാവന സമ്പന്നമായിട്ട് നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യം ആണെങ്കിൽ നിങ്ങളത് വീട്ടിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്യില്ലേ? ചെന്ന് ഓടിച്ചിട്ട് അവതരിപ്പിക്കും, നോക്കും, മൂടൊക്കെ നോക്കും. അത് കഴിഞ്ഞതിന് ശരി, അല്ലെങ്കിൽ അതിന്റെ ടൈം നോക്കിയല്ലേ പറയുള്ളൂ. ഇതിനെ നമ്മൾ വിളിച്ചില്ല. അപ്പൊ ദാൻസിയോട് 2-3 നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, അവരെന്ത് ചെയ്യണമെന്നറിയില്ല. 2, ഫാർമർ സഹായിക്കുമെന്ന് വേണ്ടി പുള്ളി കൈ ഉയർത്തി, ഫാർമർ സഹായിച്ചില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പോരട്ടെ ദാൻസിബ, ബാക്കി പോരട്ടെ. Then the painter falls flat as if dead. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു കാര്യം കൂടി അവിടെ പറയാം. ചത്തതുപോലെ കിടന്നത് എന്താണെന്ന് വെച്ചാല് കരടി ചത്ത സാധനങ്ങൾ സാധനങ്ങൾ കഴിക്കില്ല. ഈ ഒരു ഐഡിയ പുള്ളിക്ക് കിട്ടി അന്നേരം. അതുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത്, ആ ചത്തതുപോലെ അവിടെ കിടന്നത്. യെസ്. അപ്പൊ പുള്ളി പണ്ട് വായിച്ചൊരു കഥ ഓർത്തു. ആ കഥയില് ചത്ത സാധനങ്ങൾ കരടി കഴിക്കില്ല എന്ന് പുള്ളി വായിച്ചു. അങ്ങനെ ഒരു ഐഡിയ വന്നതുകൊണ്ടാണ് പുള്ളി അങ്ങനെ കിടന്നത്. അപ്പൊ ആ സാധനം ഒരു വർക്കൗട്ട്. യെസ്.
Okay. He remember when he read a book, the bear didn't eat dead bodies. പ്രശ്നമില്ല, continue. So he fall as if dead. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ കിടന്നു എന്നുള്ളൊരു കാരണം അവിടെ കൊണ്ടുവന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഒരു ചാൻസ് കൂടി ചാൻസിലേക്ക് തരാം. ഡാഷ് ബിയർ ബെയർ സ്നിഫ്. സ്നിഫ് എന്ന് പറഞ്ഞാൽ മണത്ത് നോക്കുന്നത്. അപ്പൊ ബിയർ വന്നു മണത്ത് നോക്കുന്നത്. അവിടെ വരെ കൂടി ചെയ്യുന്നു. The bear come close to the painter. എന്റെ തനിസിമ പെട്ടെന്ന് ബിയറിനെ കൊണ്ടുവരല്ലേ, അത് അവിടെ നിൽക്കട്ടെ, ബിൽഡപ്പ് ചെയ്യും. പുള്ളി അവിടെ കിടക്കുന്നു. അപ്പൊ നമുക്ക് പിന്നെ പറയാം പുള്ളി കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ച് കിടന്നു. യെസ്, അപ്പൊ അത് നമുക്ക് പറയാം. യെസ്, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി കാണണം ഇത് ഒരു ബിയർ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ സ്ലോലി കൊണ്ടുവന്നാൽ മതി. അങ്ങനെ വന്നിട്ട് ഒന്നും മണത്ത് നോക്കണ്ട. അപ്പൊ പെട്ടെന്ന് വരുമ്പോൾ ബിയർ മണത്ത് നോക്കണ്ട. ബിയർ വന്ന് ഇവന്റെ അരികത്ത് വന്ന് ഇരുന്നു, ഇവരെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എഴുന്നേറ്റിട്ട് വന്ന് മണത്ത് നോക്കിയാൽ മതി. സമയമുണ്ടെന്നേ. യെസ്, അത് സ്ലോലി പോയാൽ മതി. ഓക്കെ. The painter was very feared, but he acted as cool and പെയിന്റർക്ക് നല്ല ഭയമായിരുന്നു, പക്ഷെ പുള്ളി അവൻ ധൈര്യം പോലെ അഭിനയിച്ചു. അത് കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഭാവനയൊക്കെ ഉണ്ട് തനിച്ചിപ്പ. യെസ്, ഓക്കെ. The bear looked at the painter. Then it come close to the and the bear sniffed the painter. യെസ്, ഫിനിഷാക്കിയ? Yes, sir. യെസ് സാർ. ഓക്കെ ഓക്കെ. വെറുതെ ഞാൻ വെല്ലോടത്തേക്ക് കൂടി പറഞ്ഞു പോയ സംഗതിയാണ്. ഞാനത് തോട്ടി വെച്ച് എടുത്ത് അല്ലേ, അങ്ങനെ ചിന്തിക്കേണ്ട. യെസ്, ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും. യെസ്, ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന, അല്ലാണ്ട് അവരുടെ ഈസ് വെച്ചിട്ട് അപ്പൊ അവരുടെ ഭാവന അങ്ങോട്ട് വളരും. അവർക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് അങ്ങനെയാണ് നമ്മൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. മിഥുന? ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡാഷ് ഉണ്ട്. ഡാഷ് തിങ്ക് ഡെഡ്. മരിച്ചതായിരുന്നു കരുതുന്നു. യെസ്, അപ്പോൾ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തേ. ഈ ദ ബിയർ സ്നിഫ് മുതലാണ്. ഓക്കെ. The bear came to the farmer and he think that the farmer is dead, but he is not dead. He is only act with the bear. അപ്പൊ വേണമെങ്കിൽ അവ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു, അത് കയ്യിൽ നിന്നൊക്കെ ചേർത്തോ? And the farmer is so farmer eyes is so എങ്ങനെ പറയും? ഫാർമറിന് പെയിന്ററാണ്. ഫാർമർ മുകളിലല്ലേ, മരത്തിന്റെ മുകളിലല്ലേ? ഓക്കെ ഓക്കെ. പെയിന്ററാണ്. The painter is the bear is came close to the painter and ക്ലോസ് നല്ല ഇറുക്കി അടച്ചെന്ന് എങ്ങനെയാ പറയാ? നല്ല ഇതിലായിട്ട് അടച്ചു എങ്ങനെയാ പറയാ? അടുത്തത് കണ്ണടച്ചു എന്നാണ് ഉദ്ദേശിച്ചേ? നല്ല ക്ലോസ് ആയിട്ട് ഇങ്ങനെ അടച്ചു. യെസ്, ക്ലോസ് ആയിട്ട് അടച്ചു, ടൈറ്റ് ആയിട്ട് അടച്ചു. യെസ്, ഓക്കെ. തെറ്റിക്കൊണ്ടിരിക്കുക, നോ പ്രോബ്ലം. അപ്പൊ കണ്ണുകൾ അടച്ചു പുള്ളി ഇങ്ങനെ കിടന്നു. യെസ്, അപ്പോ ഈ കരടി അത് അദ്ദേഹം ഒരു ഡെഡ് ബോഡിയാണെന്ന് വിചാരിച്ചു. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്വാസം പിടിച്ചു നിന്നു. ഓക്കെ. അനിത? കുഴപ്പമില്ല മിഥുന. ഓക്കെ ഓക്കെ ഓക്കെ. 2-3 സെന്റൻസ് മിഥുന പറഞ്ഞില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് നോക്കിയേ. ഡാഷ് ഗോ എവേ.
ബിയർ ഓടിപ്പോകുന്നു. റെഡി? ഓടിപ്പോകുന്നു. അപ്പൊ അവിടെ നമുക്കൊന്ന് പൂരിപ്പിക്കാം. ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആർക്ക് വേണമെങ്കിലും പറയാം. സർ ഞാൻ പറയാം. യെസ്, വീണ്ടും താൽസിയ പറയാണ്. ഓക്കെ, പറഞ്ഞോളൂ. നേരത്തെ താൽസിയക്ക് ഇത് ആദ്യത്തെ വരുന്നത്. ആദ്യത്തെ കണ്ടുന്നപ്പോഴാണ് ഗുഡൻസ് പിടിയിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ എന്നാ ഒരു കൈ നോക്കിയിട്ട്. ഓക്കെ, ഒന്നുകൂടെ താൽസിയ. Dash go away, farmer, dash farmer comes down. അത്ര വരെ പോകട്ടെ. സമയം വന്നുകൊണ്ടിരിക്കുന്നത്. The bears, the painter and thinking he was dead, but he doesn't dead. He closed half eyes and seeing the bear here coming to front of the painter. Very good, very good, very good. നല്ല ഭാവനയാണ്. Very good. പകുതി കണ്ണു തുറന്ന് നോക്കിയിരുന്നു. Okay, very good. When go away bear, once the bear was going the farmer, come down farmer come down from the tree. Yes. He asked the painter, what was the bear said? In his ear. Yes. The painter replied that the bear had advised him never to make friends with someone who run away when friends in a danger. Yes. Okay, okay. Then see, very good, very good, very good. ഇനി ആർക്കാണ് നമുക്ക് ആ ഫാർമർ കംസ് ഡൗൺ തുടങ്ങി ഒരാൾക്കൂടെ ചാൻസ് തരാം. അതിന്റെ അടുത്ത അപ്പൊ താൻസിയെ പറഞ്ഞ ഭാവനയിൽ വ്യത്യസ്തമായിട്ട് ആൾക്ക് ഇനി വേണ്ട ആൾക്ക് പോകട്ടോ. അത് തന്നെ എടുക്കണമെന്നില്ല. താൻസിയുടെ റൂട്ട്. ദെൻ ഞാനാണ് ജിൻസി. ആർ യു റെഡി? ഡാഷ് ഫാർമർ കംസ് അവിടെ തുടങ്ങി ഒന്ന് പിക്കപ്പ് ചെയ്ത് നോക്കി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരടി ഓടിപ്പോയി, താഴെ കിടന്ന് പെയിന്റർ എഴുന്നേറ്റു, മുകളിൽ നിൽക്കുന്ന ഫാർമർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടായി. യെസ്, ഇനി ബാക്കി പറഞ്ഞാൽ അവിടെ തുടങ്ങി ബാക്കി പറയും. ബാക്കി ജിൻസിയുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. Farmer comes down. യെസ്, അതെ. ഫാർമറെ പെട്ടെന്ന് താഴേക്ക് ഇറക്കണ്ട. പുള്ളി ഇരിക്കല്ലേ, പുള്ളി ഒന്ന് ചുറ്റും നോക്കട്ടെ. ആ ബിയർ തൊട്ടടുത്തതല്ല, അത് അകന്നു പോയി എന്ന് ഉറപ്പാവട്ടെ, എന്നിട്ടൊക്കെ ഇറക്കിയാൽ മതി. അതൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ചേർന്നോ. അങ്ങനെ ഉറപ്പായതിന് ശേഷമാണ് പുള്ളി താഴേക്ക് വരുന്നത്. അതെ, എപ്പോഴും ഒരു ബിൽഡപ്പ് കൊടുക്കും. യെസ്. ഓ, അത് ഞാൻ വിചാരിച്ചിട്ടില്ല സാറേ, അല്ലേ? Farmer looks and confirm that the bear goes. Okay. Confirm it. And he slowly comes down. Yes, very good. Slowly comes down. And ask painter what the bear say. Okay. What did the bear say? Okay. Then the painter says that never make friends with one who doesn't help in dangerous situation. Yes. Doesn't make friendship. ഇവിടെ പറഞ്ഞില്ലേ, അതായത് ഫാർമർ ഇറങ്ങി വന്നു പെയിന്റിനോട് ചോദിക്കുന്നു എന്താണ് ആ കരടി പറഞ്ഞത്. ആ സമയത്ത് ഉള്ള റിയാക്ഷൻ കൊടുക്കുക. ആർക്കുള്ള റിയാക്ഷൻ? പെയിന്റർക്ക് റിയാക്ഷൻ കൊടുക്കുക. കാരണം പെയിന്റർ എങ്ങനെയായിരിക്കും, പെയിന്റർ മറുപടി പറയാനായിട്ട് ശ്രമിച്ചില്ല. അപ്പൊ ഫാർമർ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് മറുപടി പറഞ്ഞത്. പെയിന്റർക്ക് ഫാർമറോട് ദേഷ്യം വരുന്നത്. കാരണം ഒരു അത്യാവശ്യ സമയത്ത് ഹെൽപ്പ് അല്ല, ഒരു പെട്ടെന്ന് അങ്ങനെ പറയുന്നത്, ഒരു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. യെസ്, പറയുന്നത് അനിത പറയുന്നത് ഞാൻ കൈ നീട്ടിയപ്പോൾ നീ എന്താ പിടിച്ച് കേട്ടാണ്ടിരുന്നത്, അതൊക്കെ ഇവിടെ ചോദിക്കാത്തത്. കാരണം ഇവിടെ കരടിയൊക്കെ പോയി സ്വസ്ഥമായിട്ടിരിക്കല്ലേ. യെസ്, റിയാക്ഷൻ കൊടുക്കുക. Painter looks angrily with the farmer.
And the farmer asked him what did the bear said, and the painter refused to say the answer. Yes, Once, he got angry. once again he asked, what should the bear say? Yes, He repeated his question. yes, very good, At very good. last the painter told that never make friendship with one who didn't help in dangerous situation. Okay, okay, very good, very good. Okay, Jinsi. Okay, 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 okay. അപ്പൊ അതൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് മനസ്സിലായി അല്ലെ? അതേപോലെ ബിൽഡപ്പ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഇത് പഴയ നമുക്ക് അറിയാവുന്ന ഒരു കഥയില്ലേ, എ ഫ്രണ്ട് ഇൻ നീഡ്, എ ഫ്രണ്ട് ഇൻ ഡീഡ് അല്ലെ? അപകടത്തിൽ സഹായിക്കാനായിട്ട് സാധിക്കുന്ന സുഹൃത്താണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നത്, നമ്മൾ ഇതുപോലെ ഒരു കഥ എഴുതിയിട്ട് കുട്ടികളെ നമ്മൾ കാണാതെ പഠിപ്പിക്കുന്നു വിചാരിക്കും. ഇവിടെ നമുക്ക് ഇന്നിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് പറ്റില്ല. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ബോർഡില് വളരെ വലുതാക്കി ഈ കഥ എഴുതി ഒരു 10 സെന്റൻസ് എഴുതി. ഒരു സെന്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെന്റൻസ് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട്. എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരു കുട്ടിയെ വിളിച്ച് ഉറക്കെ വായിക്കാൻ പറഞ്ഞു. അവനെ കഥ ഉറക്കെ വായിച്ചു. അടുത്ത കുട്ടി വന്നു, അവനും ഉറക്കെ വായിച്ചു. അവൻ കേൾക്കുന്നത് ബാക്കിയുള്ള കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുക, അപ്പൊ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വായിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികളോട് പറയുന്നു, ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് എല്ലാ വാചകത്തിന്റെയും ഫസ്റ്റ് വേർഡ് മാച്ച് കളയാൻ പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ വായിക്കണം. ഫസ്റ്റ് വേർഡ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വായിക്കണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് വേർഡ് മാച്ച് കളയും. എന്നിട്ട് ഓരോ കുട്ടികളെ വീണ്ടും വിളിപ്പിച്ചിട്ട് വീണ്ടും വായിപ്പിക്കുന്നു. എന്നിട്ട് ആ വേർഡ് മാച്ച് കളഞ്ഞില്ലേ, അത് ഓർത്ത് പറയണം. അപ്പൊ അവൻ കുറെ പേര് വായിച്ചത് കേട്ടതാണ്. അപ്പൊ അവന്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഇനി ഉണ്ടായില്ലെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. യെസ്, അപ്പൊ അന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ട് വായിപ്പിച്ചു. അപ്പൊ അത് ഇവനെ വായിക്കുമ്പോൾ തന്നെ അടുത്ത് വായിക്കാൻ പോകുന്ന കുട്ടി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും. യെസ്, ഇനി അടുത്ത് വായിക്കേണ്ടത് ഞാനാണല്ലോ. അപ്പൊ ആ വേർഡ് മറക്കാതിരിക്കാൻ വേണ്ടി ആ കുട്ടി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. അതിനുശേഷം വരേണ്ട കുട്ടി ആലോചിച്ചോണ്ടിരിക്കുന്നു. യെസ്, അപ്പൊ ഒരു 4-5 കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ ആ നമ്മൾ മാച്ച് കളഞ്ഞ് പോകൂലേ, അവിടെ വേർഡ് ഉള്ള പോലെ അവരങ്ങോട്ട് വായിക്കും. അങ്ങനെ എല്ലാവരും വായിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ പറയുന്നത്, ഇനി ഞാൻ എല്ലാ സെന്റൻസിന്റെയും രണ്ടാമത്തെ വേർഡ് കൂടി വായിക്കണം. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വേർഡും എല്ലാ സെന്റൻസിനും മാച്ച് കളയും. വീണ്ടും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്നു. അപ്പോഴും അവനെ ഓർത്ത് പറയും. പിന്നെ 3-ാമത്തെ വേർഡ് വായിച്ചു, 4-ാമത്തെ വേർഡ് വായിച്ചു, ലാസ്റ്റ് ബോർഡ് കംപ്ലീറ്റ് വായിച്ചു. എന്നിട്ട് കുട്ടിയോട് പറയുന്നു, ഇനി ആ കഥയൊന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് കഥ പറയും. ആ വായിക്കും കറക്റ്റായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഇത് പഠിപ്പിക്കേണ്ടത്. നമ്മൾ തന്നെ കുട്ടികളോട്, എടാ പഠിച്ചോടാ, ഞാൻ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ ഇത് പഠിച്ചില്ലെങ്കിൽ ശരിയാക്കി കളയെന്ന് പറഞ്ഞിട്ട് പോലൊരു കാര്യം അവർ പഠിക്കുന്നു. നമ്മൾ അവരുടെ ഒപ്പിരിക്കാം. യെസ്, അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ അവർ പഠിക്കൂ. അല്ലാതെ 1 മണിക്കൂർ സമയം നേരം വായിച്ചു എന്ന് പറഞ്ഞാൽ അവർ വായിക്കുകയില്ല, പഠിക്കുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതി പറഞ്ഞത്, അത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഒരു പാരഗ്രാഫ് ഒക്കെ പഠിപ്പിക്കുക, ഒരു വേർഡ് മാറ്റി കളഞ്ഞിട്ട് പറയിപ്പിച്ച് നോക്കി, പിന്നെ 2 വേർഡാക്കി. ക്ഷമ വേണോട്ടെ. അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആ ട്രാക്കിലോട്ട് അങ്ങോട്ട് വീണ് കഴിഞ്ഞാലില്ലേ, പിന്നെ അങ്ങോട്ട് കയറി പൊക്കോളൂ. യെസ്, അപ്പൊ അത് ലെവലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ അതുകൂടി പറഞ്ഞതാണ്. അത് നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കഥ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും, നിങ്ങളുടെ ആ ഒരു ഭാവന എവിടെയൊക്കെ ഉണ്ട്, അത് ആർക്കൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കൂടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ സംഭവം നിങ്ങളോട് അവതരിപ്പിച്ചത്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഭാവനയ്ക്ക് യേശുദാസിനെ പോലെ പാടിക്കോട്ടെ, എസ് ജാനകിയെ പോലെ പാടിക്കോട്ടെ. നമ്മള് ജിൻസി എന്ത് ചെയ്യും, ജിൻസിയെ പോലെ പാടുക. വെർലി എന്ത് ചെയ്യും, വെർലി ഞാനിങ്ങനെ പാടുള്ളൂ, എനിക്കിതറിയാൻ പാടുള്ളൂ. നമ്മളെ പോലെ പാടാം. യെസ്, അപ്പൊ അതൊരു വ്യത്യസ്തത നമുക്ക് നിലനിർത്താം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സൂപ്പർ ഇൻവോൾവ്മെന്റിന് നന്ദി പറഞ്ഞുകൊണ്ട്
സൈൻ ഔട്ട് പറയാൻ വേണ്ടിയിട്ട് ഉള്ള ആളെ ക്ഷണിക്കുകയാണ്. യെസ് പ്ലീസ്. സൈൻ ഔട്ട് ഞാനാണ് സാർ, അൻസീല. ഓക്കെ ഓക്കെ ഓക്കെ. Thank you to Jobsa for talking the interesting story class today, and to my friends to attend the class. ഓക്കെ, താങ്ക് യു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നമുക്ക് അന്ന് 1-2 പേരൊക്കെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ബാലൻസ് ഉണ്ട്, നമുക്ക് അന്ന് നോക്കാം. ഓക്കെ, എല്ലാ ദിവസവും ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടിക്കണമെന്ന് വിചാരിച്ചാണ് മാറ്റി പിടിച്ചത്. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. ഓക്കെ സർ. സർ, നിങ്ങൾ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളാണോ? നാളത്തെ ക്ലാസ് നിങ്ങളതാണോ? നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ ആരാണ്? നിങ്ങളാണോ ഷംസാണോ? അല്ല, അത് ചൊവ്വാഴ്ചത്തെ ടൈം ടേബിൾ അല്ലേ? അതെ. ഓക്കെ 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 ഓക്കെ. യെസ് യെസ് യെസ്. എന്റെ പേരിലാണ് ഇട്ടിരിക്കുന്നതല്ലോ. ചൊവ്വയും വെള്ളിയല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദിവസം അല്ലേ? ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല സാർ. ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നില്ല, അന്ന് നിങ്ങളെ ക്ലാസ് ആണ്. ആ ചൊവ്വാഴ്ചത്തെ ടൈം ടേബിൾ ആയിരുന്നു നാളെ തന്നെ ചോദിച്ചേ. അതെ. അതെ 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 അതെ. താങ്ക് യു സർ. ഓക്കെ. Thank you, sir. Bye, sir. ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. കുറെ ഭാവന